Contentment is nature's way. Profit is the human way. കുഞ്ഞിനെ പാലൂട്ടാൻ പശുവിൽ അകിടും പാലുമുണ്ടായി. അതാണ് പ്രകൃതി. മനുഷ്യൻ അതിനെ കറന്നെടുത്ത് പാലും പാലുൽപ്പന്നങ്ങളും വിറ്റ് കാശുണ്ടാക്കി. അതാണ് വികൃതി. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ. ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാണ്. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാണ്. പ്രകൃതി എന്ന പദം പല വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലെ ഒരു പദത്തെ കൃത്യമായി പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊന്നിന്റെയും സ്വതസിദ്ധമായ അവസ്ഥ, സ്വാഭാവികമായ അവസ്ഥ, സ്വാഭാവികമായ രൂപീകരണം കൊണ്ട് പ്രകൃതി ഉദ്ദേശിക്കുന്നതെന്തോ ആ അവസ്ഥ, അതാണ് പ്രകൃതി. പശുവിന്റെ കുഞ്ഞിനെ പൂട്ടാൻ വേണ്ടിയാണ് പശുവിന് പാലുണ്ടായിട്ടുള്ളത്, അത് നൽകാനുള്ള അകിടുണ്ടായിട്ട്. പക്ഷെ പശുവിന്റെ കുഞ്ഞെന്നുള്ളത് പശുവിനെ ചുരപ്പിക്കാൻ വേണ്ടി, പശുവിന്റെ പാൽ ചുരത്താനുള്ള ഒരു ഉപകരണമായിട്ട് മാത്രം മനസ്സിലാക്കുന്ന ഒരു ജീവിവർഗമാണ് മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ അവൻ പശുവിന്റെ കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് പശുവിനെ കൊണ്ട് പാൽ ചുരത്തി അത് കറന്നെടുത്ത് വിറ്റ് ഒരു ഹ്യൂജ് ഇൻഡസ്ട്രി തന്നെ നടത്തിക്കൊണ്ടുപോകുന്നു. ഡോക്ടർ ശ്രീകുമാറിന്റെ അഭിപ്രായത്തില് അത്തരത്തിൽ ചെയ്യുന്ന ആ ഇൻഡസ്ട്രി അതിന്റെ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാപത്തിൽ പങ്കാളിയാകുന്നു എന്നുള്ളതാണ്. അതവിടെ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം. അപ്പോ ഏതൊന്നിന്റെയും സ്വാഭാവികമായ സ്വതസിദ്ധമായ സംവിധാനത്തെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. അതിൽ നിന്നും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മൂല്യവർദ്ധനം നടത്തുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനം നടത്തും, സംസ്കാരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസ്കരണം ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്വതസിദ്ധമായ അവസ്ഥ, തനതായ അവസ്ഥ നഷ്ടമാകും. ആ പ്രകൃതി എന്നുള്ള അവസ്ഥ നഷ്ടമാകും. അപ്പോൾ ഉണ്ടാകുന്നതാണ് വികൃതി. കൃതമായത്, ഉണ്ടായത്, സൃഷ്ടിക്കപ്പെട്ടത് ഏത് രൂപമോ അത് പ്രകർഷേണ ഉണ്ടായത്, വിശിഷ്ടമായി ഉണ്ടായതായിരുന്നു പ്രകൃതിയെങ്കിൽ അതിന്റെ രൂപം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് വികൃതി എന്ന് പറയുന്നത്. ഇന്ന് വികൃതമായ അവസ്ഥയ്ക്കും അപ്പുറത്ത് വളരെ വിരൂപമായതും എന്നാൽ അതിനും അപ്പുറത്തേക്ക് കടന്ന് പലപ്പോഴും പൈശാചികമായതുമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ജനിതകമായി മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള പശുക്കൾ. ഞാൻ പശുവിന്റെ ചിത്രം കാണിച്ചത് കൊണ്ട് അതിനെ കുറിച്ച് എടുത്തു പറയുന്നത് മാത്രം. പശുക്കളിൽ ചില പ്രത്യേക രാസവസ്തുക്കളും ചില പ്രത്യേക ഭക്ഷണ വസ്തുക്കളും പശുവിന്റെ വയറ്റിലേക്ക് എത്തിക്കുകയാണ്, പശുവിന്റെ ഉൾഭാഗത്തേക്ക് എത്തിക്കുകയാണ്. എത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എങ്ങനെ നമ്മൾ ചെയ്യാം, പശുവിന്റെ വായിലേക്ക് അതിന് രുചികരമായ രീതിയിൽ നൽകിക്കൊണ്ട് പരുത്തിക്കൊട്ടയോ പിണ്ണാക്കോ ഒക്കെ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന രീതിയാണ് നമ്മുടെ ഇവിടെയൊക്കെ നിലവിലുള്ളതെങ്കിൽ പല ഇൻഡസ്ട്രിയൽ ഫേമുകളിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. പശുവിന്റെ വയറ് ചുരുട്ട് അതിനകത്ത് ഡയറക്റ്റ് ആയിട്ടൊരു സ്പേസ് ഉണ്ടാക്കി അതിലേക്ക് നേരിട്ട് രാസവസ്തുക്കളോ അല്ലെങ്കിൽ എന്താണോ അവിടേക്ക് എത്തിക്കുന്നത് അത് എത്തിച്ച് അവയെ മോഡിഫൈ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ജനിതകമായിട്ട് മോഡിഫൈ ചെയ്തെത്തിയ പശുക്കൾക്കും അപ്പുറത്തേക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വികൃതം എന്നുള്ളത് പൈശാചികം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരെ നമ്മൾ എത്തിച്ചേർത്തിട്ടുണ്ട്. ഇത് പശുവിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഈ മൂല്യവർദ്ധന സംവിധാനം നമ്മളെ ബാധിക്കുന്നുണ്ട്. ഈ ഞാനിട്ടിരിക്കുന്ന ഈ വസ്ത്രം മുതൽ നമ്മൾ ഇവിടെ കാണുന്ന ഇത്തരം കെട്ടിടങ്ങൾ മുതൽ ഇതെല്ലാം പ്രകൃതി സൗഹാർദ്ദമാണെന്ന് നമ്മൾ പറയുന്നു. ഈ പ്രകൃതി സൗഹാർദ്ദമാണെന്ന് പറയുമ്പോൾ പോലും ഇവയടക്കം വികൃതങ്ങളായ കാര്യങ്ങളാണ്, വികൃതികളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാൻ, ഇത് സമ്മതിക്കാൻ നമ്മൾ തയ്യാറാക്കുമ്പോഴാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിന്റെ അളവ് പാത്രം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ പ്രകൃതിയുടെ സ്വാഭാവിക വഴിയിൽ നിന്നും എത്രത്തോളം പോകുന്നു അതിനെ നിങ്ങളൊരു വിമാനയാത്രയായിട്ട് കണക്കാക്കുക.
നിങ്ങൾ ഒരു വിമാനത്തിൽ കയറിയിട്ട് നിങ്ങൾ പതുക്കെ 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 എലിവേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കണക്കാക്കുക. നിങ്ങൾ പഠിച്ചു വരുന്ന ഓരോ അക്ഷരവും, നിങ്ങൾ പാലിക്കുന്ന ഓരോ സംസ്കാരത്തിന്റെ ബിംബങ്ങളും, നിങ്ങളിലേക്ക് ഇതെല്ലാം ഊട്ടിത്തരുന്ന വിദ്യയുടെ ഓരോ അക്ഷരവും നിങ്ങളുടെ ഈ വിമാനത്തിലൂടെ ഉയർത്തി കൊണ്ടുപോവുകയാണ്. എത്ര ഉയരത്തിലേക്ക് പോകുന്നുവോ അത്രയും വീഴ്ചയുടെ ശക്തി കൂടുമെന്നത് ബോധ്യപ്പെടുക. എത്ര ഉയരത്തിലേക്ക് നമ്മൾ പോകുന്നുവോ, എത്ര വിദ്യ നമ്മൾ സ്വായത്തമാക്കിയോ, എത്രത്തോളം ഉയരത്തിലേക്ക് പോകുന്നുവോ അത്രത്തോളം വീഴ്ചയുടെ ശക്തി കൂടുതലായിരിക്കും. അത്രയും ഉയർന്ന ഉത്തുംഗങ്ങളിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ സുഖത്തിന്റെ, സൗകര്യത്തിന്റെ, ഏറ്റവും എന്താ പറയുക, ആഹ്ലാദത്തിന്റെ, ഉന്മാദത്തിന്റെ ഒരു ലോകം നമുക്കിവിടെ സൃഷ്ടിച്ചു തന്നിട്ടുണ്ട് ഈ ആധുനിക കാലത്തെ വികസനത്തിന്റെ വക്താക്കൾ. എന്തിനാണത്? നമ്മളെ സ്വാഭാവികതയിൽ നിന്നും എലിവേറ്റ് ചെയ്ത് വേറൊരു ലോകമാണ് ശരി എന്നുള്ള തോന്നലിൽ ജീവിപ്പിക്കാൻ. അത് തന്നെയാണല്ലോ സംഭവിച്ചത്. ഒടുവിൽ എന്താണ് ഉണ്ടാവുക? ഇത് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നൊരു അവസ്ഥ പ്രകൃതി സ്വാഭാവികമായിട്ടുണ്ടാകും. ആ സമയത്ത് ആ ഉയരങ്ങളിൽ നിന്നും താഴത്തേക്ക് വീഴേണ്ടി വരും. ആ വീഴ്ച വളരെ ശക്തമായി. വികൃതിയിൽ നിന്നും പ്രകൃതിയിലേക്ക് എത്തുക എന്നുള്ളത് അത്ര സുഖകരമായ കാര്യമല്ല. ആ വീഴ്ചയുടെ ആഘാതം വളരെ വലുതായിരിക്കും. അത് ഇന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ കേറിപ്പോയ വിമാനത്തെ എന്ത് വിദ്യ കൊണ്ട് കേറിപ്പോയോ അതിന്റെ പ്രതിവിദ്യ കൊണ്ട് സേഫ് ലാൻഡ് ചെയ്യും. പ്രതിവിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് സേഫ് ലാൻഡ് ചെയ്ത് പ്രകൃതിയിലേക്ക് തിരികെ വരും. അതിലുള്ള തട്ടകമാണ് ഇക്കോ വില്ലേജ്. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, ഇതിലേക്ക് ചുവട് വെക്കാൻ കഴിഞ്ഞാൽ, ആദ്യം മനസ്സുകൊണ്ട് മാറി, പിന്നെ പ്രവൃത്തി കൊണ്ട് മാറി, പിന്നെ അനുഭവം കൊണ്ട് മാറി, പിന്നെ ജീവിതം കൊണ്ട് മാറി, നിങ്ങൾക്ക് അങ്ങനെ മാറാൻ കഴിയും. അടുത്തു വരുന്ന ഒരു 3, 4, 5, 6 വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പഠിക്കാൻ കഴിയും. അല്ലെങ്കിലോ ഈ വരുന്ന 6-7 വർഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മൂല്യത്തെ വർദ്ധിപ്പിച്ചതായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ അത്രത്തോളം തിരികെ യാത്ര ചെയ്യേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് വരിക. പ്രകൃതിയിലേക്ക് തിരികെ വരിക, വികൃതിയിൽ നിന്നും വിട്ടുപോവുക. എങ്കിൽ മാത്രമേ സുസ്ഥിരത സാധ്യമാവൂ. സുസ്ഥിര ജീവിത സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ ബോധ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.